നമസ്കാരം. നമ്മൾ സമ്മർ സീസണിലേക്ക് കടക്കുകയാണല്ലോ. സമ്മർ സീസണിൽ പൊതുവെ ദഹനശക്തി കുറവുള്ള കാലമാണ്. ഈ സമയത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, രാത്രിയിൽ കിടക്കുമ്പം കുത്തിയുള്ള ചുമ എന്നീ ലക്ഷണങ്ങൾ വരാറുണ്ട്. ഇത് അസിഡിറ്റിയുടെ ആദ്യത്തെ ലക്ഷണങ്ങളാണ്. ഇതിങ്ങനെ തുടർച്ചയായി നിൽക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ മുതലായവയ്ക്ക് കാരണമാകും. അപ്പോൾ അതിന് നമുക്ക് ഇത് തടയുന്നതിന്, ഈ അസിഡിറ്റി കുറഞ്ഞ് നമ്മുടെ സ്ലീപ്പൊക്കെ ഒന്ന് പ്രോപ്പർ ആവുന്നതിന് ഒരു പ്രധാനമായും ഡിന്നർ ഭക്ഷണം എങ്ങനെ വേണം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഡിന്നറിൽ നമ്മൾ മലയാളികൾക്ക് പൊതുവേ താല്പര്യം ചോറാണ്. അത് തന്നെയാണ് ഏറ്റവും സേഫ്. ഗോതമ്പ്, മൈദ മുതലായ ആഹാരങ്ങൾ രാത്രി ഭക്ഷണമായിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ചോറ് തന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് കടുക് പൊട്ടിച്ച് 2-3 ചെറിയുള്ളി വറുത്ത് അതിൽ ചോറ് ചൂടാക്കിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി രാത്രി കഴിക്കാം. അതിനൊപ്പം ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ചിലർക്ക് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ചോറ് ഇഷ്ടമില്ലാത്തവർക്കും സാലഡ്സ് കഴിക്കാം. അതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാലഡ്സ് ക്യാരറ്റ്, സ്വീറ്റ് കോൺ, ഫിഗ്, നോൺവെജ് നിർബന്ധമുള്ളവർക്ക് സ്റ്റീംഡ് ചിക്കൻ ഇവയൊക്കെ ചേർത്ത് സാലഡ് കഴിക്കാം. എന്നാൽ അതിൽ ടോപ്പിങ്സ് ആയിട്ട് നാരങ്ങ നീര്, പെപ്പർ പൗഡർ ഒഴിവാക്കുക തന്നെ വേണം. എന്നിരുന്നാലും രാത്രിയിൽ കുക്കുംബർ, ലെറ്റ്യൂസ് ലീഫ് പോലുള്ള ഇല ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ദഹനത്തെ വൈകിപ്പിക്കുന്നതിനാൽ അസിഡിറ്റിക്ക് കാരണമാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഡിന്നർ തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപ്, അതായത് 7 മണിക്ക് മുൻപ് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദഹനം പ്രോപ്പർ ആവുകയും ഇത് നമുക്ക് രോഗങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ ആഹാര രീതികൾ കൊണ്ട് നമുക്ക് അസിഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ തന്നെ ചെയ്ത് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും.